നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പാകിസ്ഥാന്റെ നിരന്തര പ്രകോപനത്തിന് പിന്നാലെ പ്രതിരോധ സെക്രട്ടറിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി മോദി കൂടിക്കാഴ്ച നടത്തിയെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ വ്യോമ നാവിക സേനകൾ സജ്ജമെന്ന് റിപ്പോർട്ട്. സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിച്ചാലുടൻ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായ സാഹചര്യത്തിൽ പാക് തീരത്ത് തുർക്കി യുദ്ധക്കപ്പൽ ഇന്നലെയാണ് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്ത് തുർക്കി നാവിക കപ്പൽ എത്തിയത്. കപ്പലിനെ പാകിസ്ഥാൻ നാവിക ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. സൗഹൃദ സന്ദർശനത്തിനാണ് നാവിക കപ്പൽ എത്തിയതെന്ന് പാകിസ്ഥാൻ വിശദീകരിച്ചു. വിഴിഞ്ഞം ചടങ്ങിനു ശേഷം യാത്രയാക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയോട് പറഞ്ഞത് വെളിപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മോദി പറഞ്ഞിരുന്നു. വന്നതിന് നന്ദിയെന്നും അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദിയെന്നും പ്രധാനമന്ത്രിയോട് പറഞ്ഞുവെന്നും പ്രധാനമന്ത്രി മറുപടിയായി ചിരിയിലൊതുക്കിയെന്നും എന്തുകൊണ്ട് ചിരിയിലൊതുക്കിയെന്ന് എല്ലാവർക്കും അറിയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സഹായിക്കേണ്ടവർ നമ്മെ ദ്രോഹിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും എന്നിട്ടും നടക്കില്ല എന്ന് കരുതിയ പലതും കൺമുന്നിൽ യാഥാർത്ഥ്യമായെന്നും സംയുക്ത പദ്ധതികളിൽ കേന്ദ്രവിഹിതം ചുരുങ്ങുന്ന സാഹചര്യമാണുള്ളതെന്നും 70% സംസ്ഥാനം വഹിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമരം ഘടിപ്പിച്ച് ആശാ വർക്കർമാർ 45 ദിവസം നീളുന്ന രാപ്പകൽ സമരയാത്ര കോഴിക്കോട്, കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ ആശാ വർക്കർമാരുടെ സമരമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. വിവാദങ്ങൾക്കിടെ റാപ്പർ വേടൻ ഇടുക്കിയിലെ സർക്കാർ വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് വാഴത്തോപ്പ് സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന സംഗീത നിശയിലേക്ക് പരമാവധി 8000 പേർക്കായിരുന്നു പ്രവേശനം. സ്ഥലപരിമിതി മൂലം തീരുമാനം ഇങ്ങനെ എടുത്തത്. കൂടുതൽ പേർ എത്തുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. KPCC അധ്യക്ഷ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കാം. കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്ന് നേതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ്. കേരളത്തിൽ നിന്നും മടങ്ങിയെത്തുന്ന KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെയും ഖാർഗെയെയും വിവരം ധരിപ്പിക്കും. സുധാകരൻ്റെ പരസ്യ പ്രസ്താവനയിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയെന്നും സൂചനയുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരൻ തുടരുന്നതിനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ. പാലക്കാട് DCC ഓഫീസ് പരിസരത്താണ് സുധാകരൻ തുടരണമെന്നാവശ്യപ്പെടുന്ന പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പിണറായി അടിച്ചിടാൻ ഒരാൾ മാത്രം K സുധാകരൻ ഇല്ലെങ്കിൽ മേഞ്ഞു നടക്കും. CPM K സുധാകരനെ മാറ്റാൻ ശ്രമിക്കുന്നവർ LDF ഏജന്റുമാർ തുടങ്ങിയ പരാമർശങ്ങളാണ് പോസ്റ്ററിലുള്ളത്. കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. വിവാഹ സമയത്ത് വധുവിന് മാതാപിതാക്കൾ നൽകുന്ന സ്വർണവും പണവും അവരുടെ ധനമാണെന്നും ഇതിനൊന്നും തെളിവുണ്ടാകില്ലെന്നുമുള്ള ഹൈക്കോടതി ഉത്തരവ് വിവാഹമോചിതരാകുന്ന സ്ത്രീകൾക്ക് പ്രതീക്ഷയാകുന്നു. വിവാഹമോചിതരാകുന്ന സ്ത്രീകൾ വിവാഹ സമയത്ത് മാതാപിതാക്കൾ നൽകിയ സ്വർണവും പണവും തിരികെ ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമ്പോൾ തെളിവില്ലെന്ന പേരിൽ നിഷേധിക്കപ്പെടാറുണ്ട്. സ്വർണം വാങ്ങിയതിൻ്റെ ബില്ലടക്കം ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നതിൻ്റെ പേരിലാണ് ഇത്തരം ഹർജികൾ നിഷേധിക്കാറ്. ഇത്തരം സാഹചര്യങ്ങൾ കുടുംബ കോടതികൾ യുക്തമായ തീരുമാനമെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവെന്ന് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ പറഞ്ഞു. തെരുവുനായ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ 3 കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ പ്രതികരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം വരണമെന്നും തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്നും മന്ത്രി പ്രതികരിച്ചു. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ ഉത്തരവ് മൂലം ഒറ്റയടിക്ക് പൂട്ടേണ്ടി വന്നതാണെന്നും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതിയുണ്ടെന്നും വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് ഏക പരിഹാരമെന്നും MB രാജേഷ് പറഞ്ഞു. സാമ്പത്തിക വളർച്ചയിൽ ജപ്പാനെ പിന്നിലാക്കി ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഈ വർഷം തന്നെ ഇന്ത്യ മാറുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ട്. 2024 വരെ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഈ വർഷം 4ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന രാജ്യം അടുത്ത വർഷങ്ങളിൽ ജർമ്മനിയെയും പിന്നിലാക്കി ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നു.
ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം. ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളമായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നുവെന്നും പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ഗുട്ടറസ് സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ പിന്തുണ പ്രഖ്യാപിച്ചത്. ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ഇതിനെ പിന്തുണക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു. പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇന്ത്യ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ളാദിമിർ പുടിൻ സ്വീകരിച്ചു. ഈ വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്കാണ് മോദി പുടിനെ ക്ഷണിച്ചത്. കണ്ണൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ നടപടികൾക്കായി P. ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിലെത്തി. ജയരാജനോടൊപ്പം TV രാജേഷ് അടക്കമുള്ള പ്രതികളാണ് കോടതിയിലെത്തിയത്. എറണാകുളം CBI കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നായിരുന്നു P. ജയരാജന്റെ പ്രതികരണം. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ A. സ്വപ്നയെ കസ്റ്റഡിയിൽ വേണമെന്ന് വിജിലൻസ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നൽകിയ അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. സ്വപ്ന വൻതോതിൽ കൈക്കൂലി വാങ്ങിയെന്നാണ് വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച അക്ഷയ സെന്റർ ജീവനക്കാരി പോലീസ് കസ്റ്റഡിയിൽ. അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മ പോലീസിനോട് കുറ്റം സംബന്ധിച്ച് വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റിന് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നുവെന്ന്, എന്നാൽ അപേക്ഷിക്കാൻ താൻ മറന്നുപോയെന്ന് പിന്നീട് വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകുകയായിരുന്നുവെന്നുമാണ് ഗ്രീഷ്മയുടെ മൊഴി. പത്തനംതിട്ട പോലീസാണ് നെയ്യാറ്റിൻകര സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത്. നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയ സംഭവത്തിൽ അക്ഷയ സെന്ററിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. വ്യാജ ഹാൾ ടിക്കറ്റ് ചമച്ച അക്ഷയ സെന്ററിലെ ജീവനക്കാരിയായ ഗ്രീഷ്മ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഗ്രീഷ്മയുമായി എത്തിയ പോലീസ് സംഘം അക്ഷയ സെന്ററിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു. വീടിനു സമീപം തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് പേവിഷബാധയെ തുടർന്ന് മരിച്ച നിയയുടെ മാതാവ് ഹബീറ. വീടിനടുത്ത് മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാണെന്ന് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെന്ന് എല്ലാവരും കൂടി കുഞ്ഞിനെ കടിച്ചു കീറി കൊന്നതാണെന്നും മാതാവ് ഹബീറ പറഞ്ഞു. വിഷബാധയേറ്റ് മരിച്ച 7 വയസ്സുകാരി നിയയുടെ ഖബറടക്കം പൂർത്തിയായി. കൊല്ലത്തെ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരുന്നു ഖബറടക്കം. പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു സംസ്കാരം. കൂടുതൽ പേർക്ക് കാണാനുള്ള അവസരമില്ലായിരുന്നു. പൊതുദർശനം ഒഴിവാക്കി മൃതദേഹം ആശുപത്രിയിൽ നിന്നും നേരെ പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.